തിരൂരങ്ങാടി ടുഡേ ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം. വീടിന്റെ മുറ്റം മനോഹരമാക്കാൻ തിരഞ്ഞെടുക്കുന്ന സ്റ്റോൺസ് ഏറ്റവും ക്വാളിറ്റിയുള്ളത് വേണം. ഏറ്റവും അഫോർഡബിൾ പ്രൈസിൽ ഏറ്റവും ബെസ്റ്റ് ഡെസ്റ്റിനേഷനിൽ നിന്നും. ഫ്ലോറിംഗിൽ ഏറ്റവും ബെസ്റ്റ് പാസ്കോ പേവിംഗ് ആൻഡ് യൂറോ ടൈൽസ്. നിർമ്മാണത്തിലെ സമാനതകളില്ലാത്ത ക്വാളിറ്റി, വിദഗ്ധരായ തൊഴിലാളികളും ഇൻസ്റ്റലേഷനിലെ കൃത്യതയും, കുറഞ്ഞ ചെലവിൽ വീട് നിർമ്മിക്കാൻ ആവശ്യമായ ലോക്ക് ബ്രിക്സിന്റെയും ഹോളോ ബ്രിക്സ്, AAC ബ്ലോക്സ്, ജാളികൾ എന്നിവയുടെയും ഗംഭീര കളക്ഷൻ. ഇതെല്ലാം ഇത്രയും വിലക്കുറവിൽ. നിങ്ങളുടെ മുറ്റങ്ങൾക്ക് പാസ്കോയുടെ ഉറപ്പ്. പാസ്കോ. വാർത്തകൾ വിശദമായി. താനൂർ ഡിവൈഎസ്പിക്കെതിരെയുള്ള പരാതി താനൂർ ഡിവൈഎസ്പിയെ തന്നെ അന്വേഷിക്കാൻ ഏൽപ്പിച്ച് ആഭ്യന്തര വകുപ്പിന്റെ വിചിത്ര നടപടി. വ്യാജ RC നിർമ്മാണ കേസിൽ ഉദ്യോഗസ്ഥരെ രക്ഷിക്കാൻ ഉന്നതർ ശ്രമിക്കുന്നുവെന്ന പരാതിയിൽ താനൂർ ഡിവൈഎസ്പി നടത്തിയ അന്വേഷണം തൃപ്തികരമല്ലെന്ന് കാണിച്ച് മുസ്ലിം യൂത്ത് ലീഗ് പ്രസിഡന്റ് UA റസാഖ് DGPക്ക് നൽകിയ പരാതിയിലാണ് അതേ ഉദ്യോഗസ്ഥൻ തന്നെ പരാതിയിൽ അന്വേഷണം നടത്താൻ ഏൽപ്പിച്ചിരിക്കുന്നത്. ഈ മാസം 5-നാണ് പോലീസിന്റെ തുണ ആപ്പ് മുഖേന DGPക്ക് പരാതി നൽകുന്നത്. കേസ് അട്ടിമറിക്കാൻ ശ്രമിക്കുന്നുവെന്നാരോപിച്ച് സംസ്ഥാന പോലീസ് മേധാവിക്ക് റസാഖ് നേരത്തെയും 2 പരാതികൾ സമർപ്പിച്ചിരുന്നു. 2 പരാതിയും അന്വേഷിച്ച് റിപ്പോർട്ട് സമർപ്പിച്ചത് താനൂർ DYSP VV ബെന്നി തന്നെയാണ്. ഈ അന്വേഷണ റിപ്പോർട്ടിൽ ഉദ്യോഗസ്ഥരെ പൂർണ്ണമായും സംരക്ഷിക്കുന്നതായാണ് കാണുന്നതെന്നും അതിനാൽ DYSPയുടെ മുകളിൽ റാങ്കുള്ള ഉദ്യോഗസ്ഥരോ ക്രൈംബ്രാഞ്ച് പോലത്തെ മറ്റു ഏജൻസികളോ അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ടാണ് റസാഖ് പരാതി നൽകിയിരുന്നത്. താനൂർ DYSPയുടെ അന്വേഷണ റിപ്പോർട്ട് പരാതിയോടൊപ്പം അറ്റാച്ച് ചെയ്താണ് ഉന്നത അന്വേഷണത്തിന് പരാതി നൽകിയിരുന്നത്. എന്നാൽ അതുപോലും പരിശോധിക്കാതെ വീണ്ടും അതേ ഉദ്യോഗസ്ഥനെ തന്നെ ഏൽപ്പിച്ച ആഭ്യന്തര വകുപ്പിന്റെ നടപടിയിൽ പ്രതിഷേധം ശക്തമാണെന്നും തുണ പോലുള്ള പോലീസിന്റെ നൂതന ആപ്പിലൂടെ തെളിവുകൾ സഹിതം നൽകുന്ന പരാതികളിൽ പോലും കുറ്റമറ്റ അന്വേഷണത്തിന് ഉത്തരവിടാൻ കഴിയാത്ത ആഭ്യന്തര വകുപ്പ് പൂർണ്ണ പരാജയമാണെന്ന് തിരൂരങ്ങാടി മണ്ഡലം മുസ്ലിം യൂത്ത് ലീഗ് കമ്മിറ്റി പ്രസിഡന്റ് UA റസാഖ് പറഞ്ഞു. വ്യാജ RCയുമായി ബന്ധപ്പെട്ട് തിരൂരങ്ങാടി പോലീസും താനൂർ DYSP ഒക്കെ നടത്തുന്ന അന്വേഷണത്തിൻ്റെ റിപ്പോർട്ട് അതിൻ്റെ പരാതിക്കാരൻ എന്നുള്ള നിലക്ക് എനിക്ക് ലഭിക്കുകയുണ്ടായി. താനൂർ DYSP VV ബെന്നി സാർ നടത്തിയ അന്വേഷണത്തിൻ്റെ റിപ്പോർട്ടാണ് ലഭിച്ചത്. ആ റിപ്പോർട്ട് വായിച്ചപ്പോൾ ഉദ്യോഗസ്ഥരെ പൂർണ്ണമായും സംരക്ഷിക്കുന്ന തരത്തിലാണ് ആ റിപ്പോർട്ട് ഉണ്ടായിരുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ DGPക്ക് ഇവരിൽ നിന്നും അന്വേഷണം മാറ്റി ക്രൈംബ്രാഞ്ചിനോ അല്ലെങ്കിൽ DYSP റാങ്കിന് മുകളിലുള്ള ഉദ്യോഗസ്ഥനോ അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് DGPക്ക് സമർപ്പിച്ച പരാതിയിൽ കഴിഞ്ഞ ദിവസം വന്ന മറുപടിയിൽ DYSP VV ബെന്നിയെ അന്വേഷിപ്പിക്കാൻ വേണ്ടിയിട്ട് വീണ്ടും ഏൽപ്പിച്ചു എന്നുള്ള തരത്തിലുള്ള മറുപടിയാണ് ലഭിച്ചിട്ടുള്ളത്. അതായത് DYSP അന്വേഷിച്ച VV ബെന്നി അന്വേഷിച്ച അന്വേഷണ റിപ്പോർട്ട് തൃപ്തികരമല്ല, അത് മറ്റൊരാളെ കൊണ്ട് അന്വേഷിപ്പിക്കണം എന്ന് അദ്ദേഹത്തിനെതിരെ നൽകിയ പരാതി അദ്ദേഹത്തെ തന്നെ അന്വേഷിപ്പിക്കാൻ ഏൽപ്പിച്ച നമ്മുടെ ആഭ്യന്തര വകുപ്പിൻ്റെ സംഗതി വളരെ അത്ഭുതപ്പെടുത്തുന്നതാണ്. ചുരുക്കത്തിൽ ഒരു പരാതി കിട്ടിയാൽ അത് എന്താണെന്ന് പോലും വായിച്ചു നോക്കാതെ മറ്റുള്ളവർക്ക് ഫോർവേഡ് ചെയ്യുന്ന നിലപാടാണ് ആഭ്യന്തര വകുപ്പിൽ നിന്നും ഉണ്ടാകുന്നത് എന്നാണ് ഇതിൽ നിന്നും മനസ്സിലായത്. ആ അന്വേഷണ റിപ്പോർട്ടിൽ ഉദ്യോഗസ്ഥരായ പ്രതികളെ അല്ലെങ്കിൽ ഉദ്യോഗസ്ഥരെ പൂർണ്ണമായും സംരക്ഷിക്കുന്ന തരത്തിലുള്ള ഒരു റിപ്പോർട്ടായിരുന്നു. എന്നാൽ അതിൽ കൃത്യമായ ഒരുപാട് RCകൾ ഇപ്പോൾ 7 കണ്ടെത്തിയതെങ്കിൽ നിരവധി RCകൾ വ്യാജമായി നിർമ്മിച്ച് അത് റദ്ദാക്കലിൻ്റെ നടപടിയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിനെതിരെയായിരുന്നു അതിൽ കൃത്യമായ അന്വേഷണം ആവശ്യപ്പെട്ടിട്ടാണ് നമ്മൾ പരാതി നൽകിയത്. ആ പരാതിയിൽ ഉദ്യോഗസ്ഥരെ സംരക്ഷിക്കുന്ന ഒരു നിലപാട് വന്നപ്പോൾ അത് DYSP അന്വേഷിച്ച റിപ്പോർട്ടാണ് നമുക്ക് തന്നത്. അതിൻ്റെ കൃത്യമായ കോപ്പി അവരയച്ചു തന്നു. അത് വായിച്ചു നോക്കുമ്പോൾ ഉദ്യോഗസ്ഥരെ സംരക്ഷിക്കുന്നതാണ്. അതിനെതിരെ കൃത്യമായ അന്വേഷണം വേണം. ഈ കേസിൽ പിടിയിലായ പ്രധാന പ്രതിയായ നിസാർ, അതായത് ഉള്ളണത്തുള്ള നിസാറിൻ്റെ മൊഴിയിൽ കൃത്യമായി ഉദ്യോഗസ്ഥർക്ക് പണം നൽകിയെന്നും ഇന്ന ഉദ്യോഗസ്ഥരൊക്കെയാണ് സഹായിച്ചതെന്നും ആ മൊഴിയിൽ പറയുന്നുണ്ട്. എന്നിട്ടും പോലീസ് അറസ്റ്റ് ചെയ്യാനോ അവരെ ഇതുമായി ബന്ധപ്പെട്ട് പ്രതി ചേർക്കാനോ പോലീസ് തയ്യാറാകുന്നില്ല. അറസ്റ്റ് വഴിയാണ്. ഇപ്പോൾ തന്നെ 1.5 മാസം പിന്നിട്ടു ഈ കേസ് രജിസ്റ്റർ ചെയ്തു. ജൂലൈ 2-നാണ് ഈ കേസ് രജിസ്റ്റർ ചെയ്യുന്നത്. ഇതുവരെ അവരെ ചോദ്യം ചെയ്തതല്ലാതെ, അതായത് അവിടുത്തെ ക്ലർക്കുമാരെ ചോദ്യം ചെയ്തു, ജോയിൻറ്റ് RTOനെ ചോദ്യം ചെയ്തു എന്നല്ലാതെ തുടർ നടപടികൾ ഉണ്ടായിട്ടില്ല. തീർച്ചയായിട്ടും പോലീസ് ഇതൊരു പ്രഹസന അന്വേഷണമായിട്ടാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ ശക്തമായ പ്രതിഷേധവുമായി യൂത്ത് ലീഗിന് വീണ്ടും രംഗത്ത് വരേണ്ടി വരും എന്നുള്ളതാണ് സൂചിപ്പിക്കാനുള്ളത്.